ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഈസി ഡിസൈനാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുർത്തിയിലേക്ക് വരുന്ന ഡിസൈനാണ്. കുർത്തിയുടെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു എന്താ പറയണേ, നമ്മൾ കോളർ പോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഒരു ബൊട്ടിക് ഡിസൈനാണ്, ഒരു ത്രെഡും ബീഡ്സും വെച്ചിട്ട് ചെയ്യാൻ പോകുന്നൊരു വർക്കാണിത് കേട്ടോ. നമ്മൾ ആദ്യമേ ഒരു വി നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വി നെക്കാണ് നമുക്ക് വരുന്നത്. അതിനുശേഷം ആ വി നെക്കിൽ ഇതേപോലെ ഒരു കോളർ പോർഷൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പീസ് നമ്മുടെ കോളർ പോലെ ചുരിദാറിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ചെയ്യാനായിട്ട് പാടായിരിക്കും, കാരണം അത് ഹൂപ്പൊക്കെ അങ്ങനെ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് തുണിയിൽ ഒരു പീസിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളത് നെക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കോളർ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു വി നെക്കിൽ വരുന്ന ഒരു ചുരിദാറിൻ്റെ നെക്കിലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിതിനുള്ളിൽ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അവിടെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം അതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ബീഡ്സ് വെച്ചൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ കംപ്ലീറ്റ് ഔട്ടർ ലെയർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ. മെയിനായിട്ടും സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് റിംഗ് നോട്ടഡ് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റിംഗ് നോട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്, അതായത് ബിഗിനേഴ്സിന് ഇച്ചിരി ബുദ്ധിമുട്ട്. ചെയ്ത് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒട്ടും പാടില്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഒരു നോർമൽ നീഡിൽ നമ്പർ 6 ഇതുപോലെ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇത് ഡോളി ത്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡോട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് റൗണ്ട് ബീഡ്സ് വേണം, അതുപോലെ കുറച്ച് കട്ട് ബീഡ്സും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ ഞാനിപ്പോൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഫ്ലവറാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് ബീഡ് ആയതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബീഡാണല്ലോ, അപ്പോൾ അതിൻ്റെ ഹോളിനും വലുപ്പം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് കൊണ്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റിംഗ് നോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ റിംഗ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളുക. ഇതേപോലെ നമ്മൾ സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നൂല് ഇതുപോലെ 2 തവണ ട്വിസ്റ്റ് ചെയ്യണം. ആദ്യത്തെ തവണ ടൈറ്റായിട്ടും രണ്ടാമത്തെ ട്വിസ്റ്റ് ലൂസായിട്ടും വരുന്ന രീതിയിൽ വേണം ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ വിരൽ കൊണ്ട് അല്ലെങ്കിൽ ആ നഖം കൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം വേണം താഴേക്ക് വലിച്ചു വിടാൻ. എങ്കിൽ മാത്രമേ നമുക്കതൊരു റിംഗ് നോട്ടായിട്ട് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് പോലെ ആയിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ട് ബിഗിനേഴ്സിനോടാണ് ഞാൻ പറയണത്. ഈ ഒരു നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പെർഫെക്റ്റായിട്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് പഠിച്ച് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മളിത് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ, ഇതിനെക്കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നും. പക്ഷേ നമ്മൾ ചെയ്ത് ഇത് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാ വർക്കുകളും അങ്ങനെ തന്നെയാണ്. ആദ്യമേ നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ റഫ് ക്ലോത്തിൽ ചെയ്ത് നോക്കുക, അതിനുശേഷം ഫെയറിലേക്ക് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഈ എംബ്രോയ്ഡറി പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഓരോരുത്തർ വീഡിയോ കണ്ടും ഒക്കെ താല്പര്യം കൊണ്ട് ചെയ്ത് നോക്കിയാണ് ഇത് പഠിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും, അതായത് നമ്മളൊരു ഫാഷൻ ഡിസൈനറോ അല്ലെങ്കിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന ആളോ ഒന്നും ആവണമെന്നില്ല, നമുക്ക് തന്നെ ഏത് വർക്കുകളും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു ഫ്ലവർ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരച്ചേക്കുന്ന ആ ഒരു റൗണ്ട് ചെറിയൊരു റൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫെയർ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വലിയ റൗണ്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് 2 ലെയറുകളായിട്ട് ഈ ഒരു ഫ്ലവർ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒറ്റ ലെയർ ചെയ്തപ്പോൾ തന്നെ ആ ഒരു റൗണ്ട് ഫില്ലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫെയർ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുക, 2 ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി 2 ലെയർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒറ്റ ലെയർ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ആദ്യമേ ചെയ്തെടുത്ത ഫ്ലവറിൽ അത്യാവശ്യം വലുപ്പമുള്ള റിംഗ് നോട്ടാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഞാൻ അടുത്തൊന്നും ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മൾ ചെറിയ റിംഗ് നോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ നോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 ലെയറുകളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റ ലെയറേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു റിംഗ് നോട്ടും അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ നോട്ടുകൾ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് എംബ്രോയ്ഡറി പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ, അതായത് ഈ ഒരു ഫ്ലവർ ഡിസൈൻ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് അതിന് ഇടയ്ക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് സെയിം നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് അതേ ബീഡ് വേണേൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറുത് ബീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, അതേപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ ത്രെഡ് കൊണ്ട് തന്നെ ആ ഒരു ബീഡ്സ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് കളർ ക്ലോത്താണോ ആ ക്ലോത്തിൻ്റെ അതേ കളറ് ആ ഒരു ത്രെഡ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു യെല്ലോ കളറ് ആ ഒരു ത്രെഡ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സെയിം കളർ നമ്മൾ ഏത് കളർ ക്ലോത്തിലാണോ ചെയ്യണേ അതേ കളർ കൊണ്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഫില്ല് ചെയ്തെടുത്താൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബോർഡർ ചെയ്തെടുക്കാം. ബോർഡർ കട്ട് ബീഡ്സ് കൊണ്ട് ബാക്ക് സ്റ്റിച്ചിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇവിടെയും ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരുന്ന റെഡ് കളർ ത്രെഡായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഫില്ല് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കണേ, അല്ലെങ്കിൽ ആ ത്രെഡ് ഇങ്ങനെ പുറത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഡിസൈൻസ് എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. നമ്മളതിനകത്ത് ഒരു സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ ഡിസൈൻസിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്തേക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരിക, അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവും. അപ്പം നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ അത് അറിയിക്കുക കേട്ടോ. നമുക്ക് കളർ ചേഞ്ചസും എല്ലാം വരുന്നതാണ്. പറ്റുന്ന ഡിസൈൻസ് എല്ലാം ഞാൻ അതിനകത്തേക്ക് ഇടുന്നതായിരിക്കും. നിങ്ങളതനുസരിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതല്ലാതെ മറ്റൊരു ഗ്രൂപ്പാണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബിലാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്